ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ പിണ്ണാക്കനാടിന് സമീപത്തായിട്ട് ഹൈവേയിൽ നിന്നും വെറും 200 മീറ്റർ ദൂരം മാത്രം മാറി കഴിയുമ്പോൾ 10 സെന്റ് സ്ഥലത്തിൽ 1615 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീട് വിൽപ്പനയ്ക്ക്. ഇതാ നമുക്ക് പോയി കാണാം. ഈ വീട് ചോദിക്കുന്ന വില 70 ലക്ഷം രൂപ മാത്രം, അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങൾക്ക് വേഗം കടന്നിയെല്ലാം. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. മേഘാചൽ ഹോംസ് ഇന്ന് പോകുന്നത് ഒരു 3 ബെഡ്റൂം വീടിലേക്കാണ്. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഓൾറെഡി ഡെവലപ്പായി കഴിഞ്ഞ നല്ലൊരു മേഖല, അടിപൊളി മേഖല. ഹൈവേയിൽ നിന്ന് വേറെ 200 മീറ്റർ ദൂരം മാത്രം തൊട്ടടുത്ത ഒരാൾ താമസിക്കുവാനായിട്ട് വീട് പണിയുന്നു. നമ്മൾ ആ ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറുമ്പോൾ മുറ്റമെല്ലാം സ്റ്റോൺ ഇട്ട് നല്ല ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഓരോ വർക്കുകളും നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് തൊട്ടപ്പുറത്തെ വീടിൻ്റെ മതിൽ കെട്ടുന്നതിൻ്റെ ഒരു വർക്കായിട്ട് അവിടെ പ്ലാസ്റ്റിക് വിരിച്ചിട്ടിരിക്കുന്നതാണ്, ഇങ്ങോട്ട് പൊടിയൊന്നും പറക്കാതിരിക്കാൻ, ചെളിയൊന്നും വീഴാതിരിക്കാൻ. അപ്പോൾ നമ്മൾ കയറി മുറ്റത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല സ്റ്റോൺ വർക്ക്, നല്ലൊരു കിണർ റിങ് ഇറക്കിയിട്ട് അതിന് ചുറ്റിലും ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്നൊരു മേഖലയാണ് ഇവിടെ. എവിടെ നോക്കിയാലും വെള്ളം കിണർ കുത്തിയാലും വെള്ളം കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ. അപ്പോൾ എവിടെ കിണർ കുത്തിയാലും വെള്ളം കിട്ടുന്ന ഒരു മേഖല തന്നെയാണ്. നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടത്തിലേക്കൊന്ന് പോകാം. നമ്മൾ വാഹനങ്ങൾ കയറ്റിയിടേണ്ടതും തിരിക്കേണ്ടതുമായ ഭാഗത്താണ് സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറ്. നമ്മൾ സൈഡ് വഴിയൊക്കെ പോയി കഴിയുമ്പോൾ 10 സെൻറ്റ് സ്ഥലത്തിൽ 1610 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീട്, 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ്. വീടിനെ പറ്റി പറയുമ്പോൾ വീടിൻ്റെ സ്ക്വയർ ഫീറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞാൽ പോരാ. കാരണം വീടിൻ്റെ ഒരു പണിയുടെ ക്വാളിറ്റിയും കൂടെ, അല്ലെങ്കിൽ പണിയുടെ ആ ഒരു മനോഹാരിതയും കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ വീടാണ്. നല്ല കയറി കഴിഞ്ഞ വീഡിയോ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു കുളിർമ തോന്നി. അത്രയ്ക്കും നല്ല വീടാണ്. കാരണം ഓരോ വർക്കുകളും അതുപോലെ ഐഡിയാപരമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് ചെയ്തെടുത്തിരിക്കുന്ന നല്ല വർക്കുകളാണ്. ഇത് കാർ പോർച്ചിൻ്റെ ഭാഗം ഡിസൈൻ വർക്കോട് കൂടി, അത് എന്താ പറയുന്നത്, ഒരു എക്സ്ട്രാ വർക്കോട് കൂടി. ശരിക്കും പറഞ്ഞാൽ വാർത്തെടുത്തിരിക്കുന്നതല്ല, പക്ഷേ വാർത്തെടുത്താൽ ഇത്രയും ചിലവ് വരികയായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെയുള്ള വർക്കുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നേരിട്ട് വന്ന് കാണുമ്പോൾ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് കാണാം, മനസ്സിലാക്കാം. പാനലിങ് വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഒരു ഡാർക്ക് ഗ്രേ ഡിസൈൻ വരുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് പില്ലറുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണ്. നല്ലൊരു സിറ്റ് ഔട്ടിൽ കയറി വീടിൻ്റെ ഡോറ് നല്ലൊരു ഇപ്പോൾ പുതിയ മോഡൽ ഡോറുകളെല്ലാം ഇച്ചിരി വലിപ്പമുള്ള ഡോറുകൾ തന്നെയാണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നല്ല വലിപ്പമുള്ളൊരു ഡോറ്, സിമ്പിൾ ഡിസൈന്, എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈന്. നമ്മൾ വീടിനകത്തേക്ക് കയറി നല്ല ഒരു സ്വീകരണ മുറി, നല്ല ഒരു അടിപൊളിയായിട്ടുള്ള സ്വീകരണ മുറി. അവിടെ സ്പോട്ട് ലൈറ്റുകൾ കാര്യങ്ങൾ എല്ലാം കൊടുത്തുകൊണ്ട്, നല്ല ഒരു ഫാന് കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് നല്ലൊരു അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന സ്വീകരണ മുറിയാണ്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് ഒന്ന് കയറാം. ഡൈനിങ് ഹാളിൽ TV യൂണിറ്റിൻ്റെ പോയിൻ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് സ്വീകരണ മുറിയുടെ വലിപ്പം. ഒരു സോഫ സെറ്റ്, ഒരു ടീപ്പോയൊക്കെ ഇട്ട് ഇവിടെ വരുന്ന ഗസ്റ്റിനെ സ്വീകരിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു സ്വീകരണ മുറി തന്നെയാണ്. അതിനുള്ള ആവശ്യത്തിനുള്ള വലിപ്പമുള്ളൊരു സ്വീകരണ മുറിയാണ്. ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ വർക്ക് കാണാം. പാർട്ടീഷൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം TV യൂണിറ്റിൻ്റെ പോയിൻ്റ് കാണാം. നല്ല ഒരു വർക്കോട് കൂടിയുള്ള നല്ലൊരു TV യൂണിറ്റ്. അങ്ങേയറ്റത്തെ ഒരു കോർട്ട്യാർഡ് കാണാം. ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയ്ക്ക് സമീപത്തായിട്ട് കൊടുത്തിരിക്കുന്ന നല്ലൊരു കബോർഡ് വർക്കുകൾ, താഴെ ഇരിക്കുവാനായിട്ടുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു വർക്കാണ് ഇവിടെ. ഇവിടെ നിന്ന് നമ്മൾ ഇതാണ് നമ്മുടെ കിച്ചണിലേക്ക് കയറുകയാണ്. കിച്ചണിലേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഫാൻസി ലൈറ്റുകൾ, അതുപോലെ തന്നെ കിച്ചൻ്റെ ഫ്രണ്ടിൽ ഒരു പാനലിംഗ് വർക്ക്. ഈ വർക്കുകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ, നല്ല പാനലിംഗ് വർക്ക്, നല്ല കബോർഡ് വർക്കുകൾ, നല്ല ടൈല് വർക്കുകൾ എല്ലാം കൊണ്ടും നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്യൂട്ടാണ്. അപ്പോൾ ഈ ക്യൂട്ടായിട്ടുള്ള വീടിനും സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 70 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ്.
10 സെൻറ്റ് സ്ഥലം 1610 മേളിൽ 15 അങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ്. അവിടെ നിന്ന് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി. വർക്ക് ഏരിയയിൽ നല്ല കബോർഡ് വർക്കുകളാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കബോർഡ് വർക്കുകളെല്ലാം കണ്ടു. നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ്. നമ്മുടെ വീട്ടിൽപ്പെട്ട ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിപ്പമുള്ള കബോർഡ് വർക്കുകൾ തന്നെ തന്നെ അലങ്കൃതമായിട്ടുള്ള നല്ലൊരു കിച്ചണാണ് നമ്മൾ കണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ ബെഡ്റൂമുകളൊക്കെ കണ്ടതിന് ശേഷമാണ് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുക. ഇന്ന് നമ്മൾ കിച്ചണാണ് ആദ്യം കണ്ടത്. കാരണം ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം കിച്ചൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണണം തോന്നി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കിച്ചൻ്റെ കളർ കോഡ്, കബോർഡിൻ്റെ കളർ കോഡുകൾ, അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന ഡിസൈൻ വർക്കുകൾ, ഈ TV യൂണിറ്റിൻ്റെ പോയിൻ്റ്, ഇങ്ങനെയുള്ള കുറേ വർക്കുകളൊക്കെ നല്ല രസകരമായ വർക്കുകളാണ്. നല്ല നല്ല ഭംഗിയുള്ള വർക്കുകളാണ്. അങ്ങനെ വന്ന് നമ്മൾ ഇവിടെ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കോർട്ട്യാർഡാണ് ഇവിടെ കാണുന്നത്. അവിടെ നല്ലൊരു ഗ്രാസൊക്കെ കൊടുത്ത്, ഗ്രാസിൻ്റെ ഡിസൈനൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കാണാനായിട്ട് കയറുകയാണ്. ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. AC പോയിൻ്റ് ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഫാന്, ഒരു ഫാൻസി ലൈറ്റ്, ഒരു ട്യൂബ് ലൈറ്റ്, ഇതൊക്കെയാണ് ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ. AC പോയിൻ്റ്, അതുപോലെ തന്നെ മാസ്റ്റർ സ്വിച്ച്, ബെഡ് സ്വിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇലക്ട്രിക് ഫിറ്റിങ്സുകളും ബെഡ്റൂമുകളിലുണ്ട്. ഇവിടെ നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറി. ടോയ്ലറ്റിൽ നല്ല ഒരു വൈറ്റ് ഫീലിംഗ് വരുന്ന രീതിയിലുള്ള നല്ലൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇതാണ് നമ്മുടെ മിറർ ലാമ്പ്, വാഷ് ബേസിനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കബോർഡ് വർക്കുകളും കാണും ഡ്രസ്സിങ് ഏരിയയിൽ. നമ്മളിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഈ കോർട്ട്യാർഡിൻ്റെ സമീപത്ത് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ടാമത്തെ ബെഡ്റൂം. നല്ലൊരു പ്ലാനാണ് ഈ വീടിൻ്റെ. നല്ലൊരു എന്താ പറയുന്നത്, എൻജിനീയർ നല്ലൊരു പ്ലാൻ വരച്ച നല്ലൊരു എൻജിനീയർ തന്നെയാണ്. ഇതിൻ്റെ അകത്തെ സൗകര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈന്, അല്ലെങ്കിൽ അകത്തെ സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. അവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം എപ്പോക്സി ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിൻ്റെയും എല്ലാ ടൈല് വർക്കുകളും എപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിങ് ഏരിയയിൽ ഒരു ടേബിൾ പോലെ ഒരു കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇതാണ് ടോയ്ലറ്റ്. വേണമെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിൽ വലിപ്പമുള്ള ഒരു ടോയ്ലറ്റാണ്. അതിനുള്ള രീതിയിൽ തന്നെയാണ് ടോയ്ലറ്റിൻ്റെ ഷവർ ഏരിയയും അതുപോലെ ക്ലോസറ്റ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ്. ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും നിന്നുണ്ട്. 2 പൈപ്പ് കാണുന്നതിൽ ഒരെണ്ണം ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോയ്ലറ്റുകളിൽ ചൂടുവെള്ളം കിട്ടാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം ഇപ്പോഴാണ് കറക്റ്റായിട്ടൊന്നും കൂടെ കാണാൻ പറ്റിയത്. ഇനി മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് പോലെയാണ്, എന്നാൽ കോമൺ ടോയ്ലറ്റുമാണ്. ഇത് നമ്മുടെ മെയിൻ വാഷ് ഏരിയ ഇവിടെയാണ് സെറ്റ് വന്നിരിക്കുന്നത്. അവിടെ നല്ലൊരു ടെക്സ്ചർ വർക്ക്, നല്ലൊരു മിററൊക്കെ ചെയ്തുകൊണ്ടുള്ള നല്ലൊരു വർക്കാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇതാണ് കോമൺ ടോയ്ലറ്റ്. ഈ ബെഡ്റൂമിനോട് ചേർന്നായതുകൊണ്ട് തന്നെ നമുക്കിതൊരു അറ്റാച്ച്ഡ് ആയിട്ടും കണക്കാക്കാം. കാരണം അറ്റാച്ച്ഡ് ആ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ്. ടോയ്ലറ്റ് ഇല്ലാത്ത ബെഡ്റൂം ഇതാണ്. എന്നാൽ പുറത്തുനിന്നൊക്കെ ഒരു വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വന്നാൽ അവർക്ക് ബെഡ്റൂമുകളിൽ കൂടെ കയറിക്കോ എന്ന് പറയേണ്ട ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ. ഇതാണ് ഈ ബെഡ്റൂം. നല്ല വലിപ്പം, 3 ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നത്. കൂടുതൽ വിവരങ്ങൾ ലോണിനെ പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കൂ. ഞങ്ങളുടെ ഫോൺ നമ്പർ ഈ വീഡിയോയോടൊപ്പം ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാറുണ്ട്. വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സ്വീകരണ മുറി വഴി ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.